എല്ലാവർക്കും നമസ്കാരം. ഞാൻ വെങ്കടേശ്വര റെഡ്ഡി, പുനർജൻ ആയുർവേദത്തിൽ നിന്ന് സംസാരിക്കുന്നു. എല്ലാവരും പറയുന്നു ആരോഗ്യം ഒരു വരമെന്ന്. എന്നാൽ ഞാൻ പറയുന്നു ആയുർവേദം ഒരു വരമെന്ന്. എന്തെന്നാൽ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് ആയുർവേദമാണ്. എല്ലാ രോഗത്തിനേക്കാളും ക്യാൻസർ രോഗം ആപത്ത് പിടിച്ചതാണ്, ബുദ്ധിമുട്ടേറിയതുമാണ്. ക്യാൻസർ രോഗം അതിഭീകരമായതാണ്. ക്യാൻസർ രോഗം പിടിപെട്ടെന്ന് അറിഞ്ഞ ഉടനെ എല്ലാവരും എല്ലാം അവസാനിച്ചെന്ന് കരുതുന്നു. ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ പോയാൽ അത് തലവേദനയാവും. ഇത് നിങ്ങളെ ആപൽക്കരമായ അവസ്ഥയിലെത്തിക്കും. അതുകൊണ്ട് ശരീരത്തിലെവിടെയെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അത് നമ്മൾ നിസ്സാരമായി കാണരുത്. ഉടനെ ഡോക്ടറെ പോയി കണ്ട് ആവശ്യമായ ടെസ്റ്റുകൾ എടുക്കണം. പനി വന്നാൽ, ചുമ പിടിച്ചാൽ, ഛർദി, പിന്നെ ക്ഷീണവും വിശപ്പനുഭവിക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കഠിനമേറിയതും പിന്നെ ആയാസകരമായതുമാണെങ്കിൽ ഉടനെ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമുള്ള ടെസ്റ്റുകൾ എടുത്ത് രോഗം കണ്ടുപിടിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പുനർജൻ ആയുർവേദം പല വർഷങ്ങളായി ക്യാൻസർ രോഗത്തിന് മികച്ച ചികിത്സ നൽകി വരുന്നു. ഏത് വിധത്തിലുള്ള ക്യാൻസറായാലും ഏത് സ്റ്റേജിലാണെങ്കിലും രസായന ആയുർവേദ മരുന്ന് മൂലം ആരംഭഘട്ടത്തിൽ തന്നെ ഇത് ഭേദമാക്കാൻ നമുക്ക് സാധിക്കും. ബോധവൽക്കരണമില്ലാത്തത് മൂലം ഒരുപാട് പേർക്ക് ക്യാൻസർ രോഗം ബാധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ക്യാൻസർ രോഗത്തിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിവരുന്നു പുനർജൻ ആയുർവേദ. ആണുങ്ങൾക്ക് ലങ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ മുതലായ അധികം വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളിൽ ഈ വിഭാഗവും ഒന്നാണ്. ആണുങ്ങളുടെ പ്രത്യുൽപാദന പ്രക്രിയയെ ബാധിക്കുന്ന ഒന്നാണ് ഇത്. പൊതുവായി 17 മുതൽ 40 വയസ്സുവരെയുള്ള പുരുഷന്മാർക്ക് ടെസ്റ്റിക്കുലാർ ക്യാൻസർ വരും. ഈ ടെസ്റ്റിക്കുലാർ ക്യാൻസർ വരാൻ പ്രധാനമായിട്ട് കാരണങ്ങളൊന്നുമില്ല. കാൽഷ്യം, റേഡിയേഷൻ മാറ്റം വരുന്നതിനാൽ ചില സാഹചര്യങ്ങളിൽ ജീവിതശൈലി മൂലം ടെസ്റ്റിക്കുലാർ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിലുപരിയായി കുറച്ചു പേർക്ക് പരമ്പരാഗതമായും ടെസ്റ്റിക്കുലാർ ക്യാൻസർ വരാൻ സാധ്യതകളുണ്ട്. കുടുംബത്തിൽ അച്ഛൻ്റെ സ്വന്തക്കാരിൽ ആർക്കെങ്കിലുമായി ടെസ്റ്റിക്കുലാർ ക്യാൻസർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എല്ലാവരും തീർച്ചയായും ടെസ്റ്റ് ചെയ്യണം. മഴ മൂലം ഉണ്ടാകുന്ന ക്യാൻസർ കോശങ്ങളെ ഗൊരഡിൽ ജെനിസിസ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ മഴ പെരുകുന്ന സമയത്ത് ജനിതക മാറ്റങ്ങൾ മൂലം ഇതുപോലുള്ള ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരാൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ബന്ധുക്കളിൽ ആർക്കെങ്കിലും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. സത്യത്തിൽ ഈ ക്യാൻസർ രോഗം എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് നോക്കാം. ഈ ക്യാൻസറിനെ ചില ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. പൊതുവായി ഈ ക്യാൻസർ വന്നവർക്ക് അടിവയറിലായി വേദന അനുഭവപ്പെടും. മൂത്രസഞ്ചിയിൽ വേദന അനുഭവപ്പെടും. മലദ്വാരത്തിന്റെ ചുറ്റുമുള്ള ഭാഗത്തായി വേദന പോലുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണുമ്പോൾ ഇത് ടെസ്റ്റിക്കുലർ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം മഴയിലുണ്ടാകുന്ന ടെസ്റ്റിക്കുലാർ മൈക്രോ ലെത്തിയാസിസ്, അഫേഡിഡൈമൽ നീർമുഴകൾ അപ്പൻഡെറ്റിക്സ് ആണോ എന്നുകൂടി ചിലപ്പോൾ സംശയം തോന്നിയേക്കാം. എന്നാൽ അത് ക്യാൻസറിന്റെ തുടക്കമാണോ എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരുപക്ഷേ ശരീരത്തിലായി ക്യാൻസർ കോശങ്ങൾ അധികരിച്ചാൽ ശരീരത്തിൽ കഠിനമായ ക്ഷീണം അനുഭവിക്കുന്നതായിരിക്കും. ശരീരത്തിന്റെ ഘടനകളിൽ എന്തെങ്കിലും മാറ്റം അനുഭവപ്പെട്ടാൽ, മുഴകൾ പോലെ തോന്നിക്കഴിഞ്ഞാൽ ഇത് ക്യാൻസർ ആണോ എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉടനെ CT സ്കാൻ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പെറ്റ് CT സ്കാൻ പോലുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും. ടെസ്റ്റിക്കുലാറിൽ വീക്കം അല്ലെങ്കിൽ ക്യാൻസർ സെല്ലുകളാണെന്ന് കണ്ടെത്തിയതിന് ശേഷം ട്യൂമർ മാർക്കർ ഉപയോഗിച്ച് മുഴകൾ മാറ്റുന്ന രീതി സ്വീകരിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ട്യൂമർ മാർക്കർ റീഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മുഴകളുടെ അളവ് അധികരിച്ചിട്ടുണ്ടോയെന്ന് മനസ്സിലാക്കി അതിന് യോജിച്ച രീതിയിൽ ചികിത്സ എടുക്കണം. എന്നാൽ ടെസ്റ്റിക്കുലർ ക്യാൻസറിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഭയത്തിന്റെയും ആവശ്യമില്ല. എന്തെന്നാൽ മറ്റ് ക്യാൻസർ രോഗങ്ങളെ അപേക്ഷിച്ച് ടെസ്റ്റിക്കുലർ ക്യാൻസറിന്റെ കാര്യത്തിൽ സക്സസ് റേറ്റ് വളരെ അധികമാണ്. ആയുർവേദ വൈദ്യത്തിൽ ടെസ്റ്റിക്കുലർ ക്യാൻസറിന് മികച്ച ചികിത്സകൾ ഇപ്പോൾ ലഭ്യമാണ്. രസായന ആയുർവേദ രീതിയിൽ പുനർജൻ ആയുർവേദ ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തുവരുന്നു. വേഗത്തിൽ ഭേദമാക്കുന്ന രസായന ആയുർവേദ വൈദ്യം അതുമാത്രമാണ് ക്യാൻസർ രോഗത്തിനുള്ള യഥാർത്ഥ പരിഹാരം. ഇത് ടെസ്റ്റിക്കുലർ ക്യാൻസർ അല്ലെങ്കിൽ മൂത്രാശയ ക്യാൻസറിന്റെ ചില വിവരങ്ങളാണ്.